ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. തൃശൂരിൽ വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനത്തിൽ 13 മരണം, 5 പേരുടെ നില ഗുരുതരം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. തൃശൂർ അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം സഹായധനം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതം നൽകും. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിൽ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 152 മണ്ഡലങ്ങളിലും പരസ്യപ്രചാരണം അവസാനിച്ചു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. തൃശൂരിൽ വെടിക്കെട്ടുപുരയിലുണ്ടായ വൻ സ്ഫോടനത്തിൽ 13 മരണം, 5 പേരുടെ നില ഗുരുതരമാണ്. 40ഓളം തൊഴിലാളികൾക്ക് സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. തൃശൂർ മുണ്ടത്തിക്കോടുള്ള വെടിക്കെട്ടുപുരയിലാണ് സ്ഫോടനം ഉണ്ടായത്. തൃശൂർ പൂരത്തിനുള്ള തിരുവമ്പാടി വിഭാഗത്തിന്റെ 3 വെടിപ്പുരകൾ കത്തിയതായാണ് വിവരം. വൈകുന്നേരം 3:30ഓടെയാണ് ആദ്യത്തെ വലിയ സ്ഫോടനം കേട്ടത്. പ്രദേശത്ത് പിന്നീടും സ്ഫോടന ശബ്ദങ്ങളുണ്ടായി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. സ്ഫോടന സ്ഥലത്തേക്ക് എത്താനുള്ള ബുദ്ധിമുട്ട് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തിയിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും സമീപത്തെ മറ്റ് ആശുപത്രികളിലും ചികിത്സയ്ക്ക് വേണ്ട സജ്ജീകരണം ഒരുക്കാൻ ആരോഗ്യവകുപ്പ് നടപടികൾ സ്വീകരിച്ചു. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. അപകടത്തിൽ അടിയന്തര സഹായം എത്തിക്കുന്നതിനായി സർക്കാർ 50 ലക്ഷം രൂപ അനുവദിച്ചു. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നാണ് തുക അനുവദിച്ചത്. വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തത്സമയ വിവരങ്ങൾ ലഭ്യമാകുന്നതിന് 2 കൺട്രോൾ റൂമുകൾ തുറന്നു. 8547 61 4620 0488 42 32 226 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. തൃശൂരിലെ വെടിക്കെട്ടുപുരയിലെ സ്ഫോടനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. സ്ഫോടനത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം സഹായധനം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നൽകും. അപകടത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും അനുശോചനം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങളുടെ തീരാ നഷ്ടത്തിൽ പങ്കുചേരുന്നതായി അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. അപകടവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ ചികിത്സാ സഹായങ്ങളും ലഭ്യമാക്കാൻ സർക്കാർ സംവിധാനങ്ങളെ ആകെ സജ്ജമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. ചീഫ് സെക്രട്ടറിയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. പൊള്ളലേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യമെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള ആശുപത്രികളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തും. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. പോലീസ്, അഗ്നിരക്ഷാസേന, ആരോഗ്യവകുപ്പ് തുടങ്ങി എല്ലാ സംവിധാനങ്ങളെയും റവന്യൂ, ദുരന്ത നിവാരണ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ദുരന്തത്തിൽ അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തി. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിലെ അപകടം സംബന്ധിച്ച് മജിസ്റ്റീരിയൽ തല അന്വേഷണത്തിന് ഉത്തരവിട്ടതായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. അപകട കാരണവും അനന്തരഫലങ്ങളും വിശദമായി അന്വേഷിക്കുന്നതിന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റായ തൃശൂർ RDOയെ ചുമതലപ്പെടുത്തിയതായും അവർ പറഞ്ഞു. നിലവിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഇനി ആരെങ്കിലുമൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ എത്രയും പെട്ടെന്ന് കോർഡൺ ഓഫ് ചെയ്യുക, പബ്ലിക്കിനെ കൂടുതൽ, കാരണം അവിടെ ഇനി എന്തെങ്കിലും സ്ഫോടനം നടക്കുമോ എന്നുള്ള കാര്യം ഉറപ്പില്ലാത്തത് കൊണ്ട്, കാരണം ഇടയ്ക്ക് പടക്കങ്ങൾ പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം ആളുകളെ കോർഡൺ ഓഫ് ചെയ്തിട്ട് നൈറ്റിലാണെങ്കിലും നമുക്ക് എല്ലാ ആളുകളെ അവിടെ നിന്ന് പുറത്തെടുക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. മെഡിക്കൽ കോളേജിലാണ് നമ്മൾ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു കൺട്രോൾ റൂമും കൂടി ഇപ്പോൾ അടുത്തുള്ള വില്ലേജ് ഓഫീസിൽ തന്നെ തുറക്കുന്നുണ്ട്. അതേസമയം പരിശോധനയ്ക്കായി റോബോട്ടിനെ എത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിൽ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 152 മണ്ഡലങ്ങളിലും പരസ്യപ്രചാരണം അവസാനിച്ചു. മുൻനിര നേതാക്കളെ അടക്കം രംഗത്തെത്തിച്ച് ആവേശകരമായ കൊട്ടിക്കലാശമാണ് ഇരു സംസ്ഥാനങ്ങളിലും ഇന്ന് നടന്നത്. തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിലും ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ ജോലി ചെയ്യുന്ന തമിഴ്നാട് സ്വദേശികളായ വോട്ടർമാർക്ക് മറ്റന്നാൾ വേതനത്തോടുകൂടിയ അവധി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ 2ാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 29-ന് നടക്കും. കേരളം ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലായിടത്തും വോട്ടെണ്ണൽ മെയ് 4-നാണ്. സംസ്ഥാനത്തെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും റിട്ടേണിംഗ് ഓഫീസർമാർക്കും വോട്ടെണ്ണൽ പ്രോട്ടോകോളുകൾ സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. സ്ട്രോങ് റൂമുകളും സീൽ ചെയ്യാത്ത മുറികളും ഏതൊരു സാഹചര്യത്തിലും തുറക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുതെന്ന് നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും വിശ്വസ്തതയും കാത്തുസൂക്ഷിക്കുന്നതിനായി ഈ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകി. പാലക്കാട് വിക്ടോറിയ കോളേജ് ലൈബ്രറി ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന നെന്മാറ മണ്ഡലത്തിന്റെ സ്ട്രോങ് റൂം തുറന്നതായുള്ള വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് ജില്ലാ കളക്ടർ. സ്ട്രോങ് റൂമോ അനുബന്ധമായ മറ്റേതെങ്കിലും റൂമുകളോ തുറന്നിട്ടില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതായും കളക്ടർ അറിയിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള കേന്ദ്രങ്ങളിലെ യാതൊരു മുറികളും ചീഫ് ഇലക്ടറൽ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശമില്ലാതെ തുറക്കേണ്ടതില്ല എന്ന് എല്ലാ വരണാധികാരികൾക്കും ജില്ലാ കളക്ടർ കർശന നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം തുടരുന്നു. രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ നാളെ അവസാനിക്കും. വെടിനിർത്തൽ തുടരാനുള്ള സാധ്യത വിരളമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമേരിക്ക വ്യക്തമാക്കിയെങ്കിലും ഇറാൻ ഇക്കാര്യത്തിൽ തീരുമാനം അറിയിച്ചിട്ടില്ല. ഇതിനിടെ ചർച്ചകൾക്കായി ടെഹ്റാനിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘവും ഇതുവരെ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടില്ലെന്ന് ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ അറിയിച്ചു. അതേസമയം ലബനൻ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ കൂടുതൽ സൈനിക നടപടികളിലേക്ക് കടക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. ഹിസ്ബുള്ളയുടെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തെക്കൻ ലബനനിലെ ചില പ്രദേശങ്ങൾ ഒഴിയാൻ ഇസ്രയേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും രാജ്യത്തുടനീളമുള്ള പാൽ ശേഖരണവും സംസ്കരണവും വിതരണവും തടസ്സമില്ലാതെ തുടരുന്നതായി മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ പൂജ റസ്തോഗി ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. Milk procurement, processing and supply across the country have remained uninterrupted amid the ongoing West Asia crisis. Price of milk and milk products are stable. No supply disruption has occurred in the market and payments to dairy farmers have continued throughout the crisis period. The Department of Animal Husbandry and Dairying has been closely monitoring the situation and has taken a series of proactive measures to ensure smooth operations in the dairy value chain. രാജ്യത്തുടനീളമുള്ള ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലാണെന്നും പാചകവാതക ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെയും LPGയുടെയും വില വർദ്ധിച്ചിട്ടും ആഭ്യന്തര വിതരണം തടസ്സമില്ലാതെ ഉറപ്പാക്കാൻ സർക്കാർ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു. സംഘർഷ മേഖലയിലുള്ള എല്ലാ ഇന്ത്യൻ കപ്പൽ ജീവനക്കാരും സുരക്ഷിതരാണെന്നും വർദ്ധിച്ചുവരുന്ന ചരക്കുകൂലിയും ഇൻഷുറൻസ് ചെലവുകളും കുറയ്ക്കുന്നതിനായി സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഷിപ്പിംഗ് മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി മുകേഷ് മംഗൾ അറിയിച്ചു. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ കനത്ത ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ 39 വരെയും കോട്ടയത്ത് 38 ഡിഗ്രി വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴ അനുഭവപ്പെട്ടേക്കാമെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, പഞ്ചാബ്, കിഴക്കൻ രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലും അടുത്ത 2 ദിവസം ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ഹൈദരാബാദിലാണ് മത്സരം. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഹൈദരാബാദ് 14 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 160 റൺസ് നേടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 26 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 133ാം പതിപ്പാണിത്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. മൻ കി ബാത്തിലേക്ക് ഈ മാസം 24 വരെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. പോഷൻ പക്ഷാചരണത്തിന്റെ 8ാം പതിപ്പ് ഈ മാസം 23 സമാപിക്കും. സാങ്കേതികവിദ്യയും പാരമ്പര്യവും സംയോജിപ്പിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമിടയിൽ ആരോഗ്യകരവും പോഷകസമൃദ്ധവുമായ ഭക്ഷണക്രമം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം മെയ് 2 മുതൽ ആരംഭിക്കും. 1ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായം ഈ വർഷം കൂടി 5 വയസ്സായി തുടരുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനത്തിൽ 13 മരണം, 5 പേരുടെ നില ഗുരുതരം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. തൃശൂർ അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം സഹായധനം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതം നൽകും. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിൽ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 152 മണ്ഡലങ്ങളിലും പരസ്യപ്രചാരണം അവസാനിച്ചു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.